തിരക്കപ്പോ തീരും. പോയി തിരക്കണം. സാറേ, എവിടുന്നെങ്ങാണ്ട് ഒരു ഓൺലൈൻ പദ്ധതി വന്നു എന്ന് കേട്ട് നെകളിക്കരുത്, അഹങ്കരിക്കരുത്. ഞങ്ങളെപ്പോലുള്ള ഒരു നീട്ടി വലിച്ച് എഴുതുന്നതുകൊണ്ടാണ് നിങ്ങളുടെ വലിയ നീളവും വീതിയുള്ള കാറിൽ ഇരുന്നിങ്ങ് വരണത്. മാസം തോറും കയ്യിൽ കിട്ടുന്ന വാങ്ങിച്ചോണ്ടിരുന്നാലേ കാർ എഴുന്നേലെ കെട്ടിടമൊന്നും കാണൂലായിരുന്നു. ഒന്നും മറക്കരുത് സാറേ. അറക്കുന്നതിന് മുമ്പ് പിടയ്ക്കാൻ തുടങ്ങിയില്ല സാറേ? നമ്മളും പിടയ്ക്കേണ്ടി വരും. നമ്മക്കതിന് പ്രമാണം മാത്രാണോ? പിന്നെയും കിടക്കല്ലേ. ഒരെണ്ണം അടഞ്ഞ 9 എണ്ണം തുറക്കും. സാറേ, സാർ ഈ കസേരയിൽ വരുന്നതിന് മുമ്പ് ആധാരം എഴുത്ത് പണി തുടങ്ങിയതാ ഞാൻ. അതെയോ? എന്നിട്ട് സാറിന് അറിയാൻ വയ്യെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പണ്ട് രാജാക്കന്മാര് ഭരിക്കാൻ തുടങ്ങിയ കാലം മുതൽ നാട്ടുപ്രമാണിമാര് തുടങ്ങിയ പണിയാണ് ആധാരം എഴുത്ത്. ഇതിന്റെ ലൈസൻസ് ഏർപ്പെടുത്തി തുടങ്ങിയപ്പോഴാണ് എന്നെ പോലുള്ള സാധാരണക്കാര് ഈ പണിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത്. ഈ ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി തരുന്നതും എന്നെ പോലുള്ള ആൾക്കാരാണ്. ഇയാളോട് വരുമാനം ഉണ്ടാക്കാനും ഉണ്ടാക്കാതിരിക്കാനും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ല, സാർ എന്താണ് ഞാൻ എഴുതി കൊടുത്ത ആധാരം രജിസ്റ്റർ ചെയ്യാത്തത്? താൻ എഴുതി കൊടുത്ത് താനെന്നല്ല വേറെ ആരെഴുതി കൊടുത്താലേ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. തനിക്ക് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ചട്ടങ്ങൾ അറിയാമോ? ഇല്ലെങ്കിൽ പറഞ്ഞു തരാം. രജിസ്ട്രേഷൻ വകുപ്പിലെ പിന്തുടർച്ച ആക്ട് 1925, ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് 1908, കേരള രജിസ്ട്രേഷൻ റൂൾ 1958, ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് 1899, കേരള സ്റ്റാമ്പ് ആക്ട് 1959. ഇതൊക്കെ സായിപ്പിന്റെ കാലം മുതലേ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. കണ്ട മുറുക്കാൻ കടയിലും പെട്ടിക്കടയിലും ഓൺലൈൻ സംവിധാനം നടപ്പാക്കുമ്പോൾ ഞങ്ങൾ രജിസ്ട്രേഷൻ വകുപ്പുകാരെന്താ മോശക്കാരോ? സാറേ, എന്നെ പോലുള്ള 50,000-ഓളം പേരാണ് പേനയിൽ മഷി നിറച്ച് വന്നിരുന്ന് എഴുതി അരി മേടിക്കണത്. അവരെ നെഞ്ചത്തെ തന്നെ കമ്പ്യൂട്ടർ കൊണ്ട് വയ്ക്കരുത്. ഓ, നിങ്ങൾ എന്താണ് എഴുതുന്നത്? മേപ്പടി, അന്യാധീനം, വെച്ചാശ്രയം, വെച്ചനുഭവിച്ച്, മൂന്നാം കക്ഷി, ദഹനം, സർവ്വസ്വാതന്ത്ര്യം, ഇതൊന്നും ഇനി നടപ്പാവില്ല. എല്ലാം കമ്പ്യൂട്ടർ വഴി ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തോളാം. ഓ, നിങ്ങൾ കുറെ ഓപ്പറേറ്റ് ചെയ്ത് ഞങ്ങൾ കണ്ട്. 21 കാര്യങ്ങൾ ഉരുട്ടി കമ്പ്യൂട്ടർ കയറ്റിയല്ല റവന്യൂ വകുപ്പ്. എന്നിട്ട് ഇപ്പൊ എന്തായി? ആ ഈ ഡിസ്ട്രിക്ട് സംവിധാനം വെള്ളത്തിലായ അത് ശാസ്ത്രത്തിന്റെ കുഴപ്പം. ശാസ്ത്രത്തിന്റെ കുഴപ്പം. മെഷീനാകുമ്പോ ചിലപ്പോ കേടാവും, ചിലപ്പോ നിന്നും വരും. ഇപ്പോ നിങ്ങളുടെ കൈവിരൽ മുറിഞ്ഞു പോയി എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് പേന പിടിക്കാൻ ഒക്കുവോ? ഇല്ല. നിങ്ങളുടെ കൈ തളർന്നു പോയി, ശേഷിയില്ല, നിങ്ങൾക്ക് പേന കൊണ്ട് എഴുതാൻ ഒക്കുവോ? ഒക്കണ്ട. സാറിന്റെ കൈക്കും കാലിനും കുഴപ്പമൊന്നുമില്ലല്ലോ. ഭഗവാൻ സഹായിച്ച എന്റെ കൈക്കും കാലിനും ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ കമ്പ്യൂട്ടറും പ്രിന്ററും കേടായിട്ട് ഇപ്പൊ എത്ര നാളായി? അതിനെ കുറിച്ച് വല്ല ബോധമുണ്ടോ? എടോ, അതൊക്കെ ഞാൻ മോളിൽ അറിയിച്ചിട്ടുണ്ട്. സാറ് മേളിൽ അറിയിച്ചാലും താഴെ അറിയിച്ചാലും ഞങ്ങൾക്ക് മേളിലും താഴെ അറിയിക്കാൻ ആരുമില്ലേ? ഒരു പെണ്ണിനെ കെട്ടിക്കാൻ വസ്തു വിറ്റവരാണ് പ്രമാണമായിട്ട് ഇവിടെ വന്നത്. സാറിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു കൊടു. നീ ഒന്ന് ശാന്തനാവില്ലോ ലളിതാ, ഇങ്ങനെ ബഹളം വെച്ചാലോ? സുഗതാ, ഒരു ചായ കുടിക്കാം. സാറേ, ഈ ലോലിതനൊരു ചായ വാങ്ങി കൊടുക്കുക. എനിക്ക് കാപ്പി മതി. മതി. കടിക്ക് എന്തേലും വേണം? എന്തേലും മതി. സാർക്ക് ചായ പറയാം.